ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നമ്മൾ ബയോളജിയിൽ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. കുറച്ചുകൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് സെൽ ഓർഗനൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ബട്ട് നമ്മൾ അതൊന്നും അല്ല, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റംസ് ആൻഡ് ഓർഗാനിസം. അതായത് സെല്ലുലാർ ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, സെല്ലിൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ലേ, ലൈഫിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെൽ, ടിഷ്യൂസ്, ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ ഓർഗൻസ്, ഓർഗൻ സിസ്റ്റംസ് ആൻഡ് ഓർഗാനിസം, ഇങ്ങനെയാണ് വരുന്നത്, റൈറ്റ്? സോ ആദ്യം നമ്മൾ സെല്ലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. നമ്മൾ ഓൾറെഡി NSCJSന്റെ കോച്ചിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മോർ ദാൻ 1 വീക്ക് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുവരെ വീഡിയോസ് എല്ലാം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. നമ്മുടെ കെമിസ്ട്രിയിലും ഫിസിക്സിലെയും ഒക്കെ നമ്മൾ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടാണ് വന്നുള്ളത്, ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റംസ് ആൻഡ് ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് തിയറി പാർട്ട് കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിലി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബോൺ ആൻഡ് കാർട്ടിലേജ്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ബോണും കാർട്ടിലേജും ബിലോങ് ടു വിച്ച് ടൈപ്പ് ഓഫ് ടിഷ്യൂ? നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ടിഷ്യൂസ് നമുക്കറിയാം അല്ലെ. ആ ടിഷ്യൂസിൽ ഏത് ടിഷ്യൂവിലാണ് നമ്മളുടെ ഈ ബോണും കാർട്ടിലേജും വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ബോൺ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത് ബോൺസ് കൊണ്ടാണ്. അതുപോലെ തന്നെ കാർട്ടിലേജ് അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ ആണ്, റൈറ്റ്? അത് ബോണും കാർട്ടിലേജും ഏത് ടിഷ്യൂവിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ബോണും കാർട്ടിലേജും ഒക്കെ എന്തിനാണ്? നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിനെ കണക്ട് ചെയ്യുന്ന പാർട്ടാണ്. സോ ഡെഫിനറ്റ്ലി അത് കണക്റ്റീവ് ടിഷ്യൂവിലാണ് വരിക അല്ലെ. ഡെഫിനറ്റ്ലി അത് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പാർട്ടായിട്ട് വരിക. ഇനി നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണെന്ന് അറിയാം. നമുക്ക് നമ്മുടെ സ്കിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഔട്ടർ ലെയറിങ്, നമ്മുടെ സെല്ലുലാർ സ്ട്രക്ചേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് അല്ലെ. ഔട്ടർ ലെയറിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന്, ഇതൊക്കെ എന്താണ്? ഔട്ടർ ലെയേഴ്സ് ആണ്. സോ ഇതെല്ലാം എപ്പിത്തീലിയൽ ടിഷ്യൂ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ന്യൂറോൺസ് അല്ലെ, ന്യൂറോൺസും ഗ്ലിയൽ സെൽസും ആണ് നമ്മുടെ നെർവസ് ടിഷ്യൂവിൽ മെയിൻ ആയിട്ടുള്ളത്. ഈ നെർവസ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സിഗ്നൽസ് പാസ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ്, ഈ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസും കാര്യങ്ങളെയാണ് ആര് ചെയ്യുന്നത്? അതിലാണ് നമ്മുടെ നെർവസ് ടിഷ്യൂ റോൾ ചെയ്യുന്നത്. സോ നെർവസ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ്, അതിന് സിഗ്നൽസ് ടു ബ്രെയിനുമായിട്ട് ഇന്റർലിങ്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ് ആണ്. ഇനി മസ്കുലർ ടിഷ്യൂ നമുക്കറിയാം, നമുക്ക് ബോൺസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവണം. നമ്മുടെ മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ്, അതും ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് എന്താ? മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ 8th ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ബോണും കാർട്ടിലേജും ഏതിലാണ് വരുന്നത്? കണക്റ്റീവ് ടിഷ്യൂലാണ് വരുന്നത് അല്ലെ. ബോണും കാർട്ടിലേജും വരുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, അതുപോലെ തന്നെ ഏരിയോളാർ ടിഷ്യൂ, അതുപോലെ തന്നെ കോമ്പാക്ട് ബോൺ, ബ്ലഡ്, ഇതെല്ലാം നമ്മൾ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിനെ കണക്ട് ചെയ്യുന്ന പാർട്സ് ആണ് അല്ലെ, കണക്ട് ചെയ്യുന്ന ടിഷ്യൂസ് ആണ്. അപ്പൊ ആ കണക്ട് ചെയ്യുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുക. ഡിഫറെന്റ് ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഈ പറഞ്ഞത്. ഇതൊക്കെ നമ്മളെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലുള്ള ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലൊക്കെ കാണുന്നതാണ് അഡിപ്പോസും ഏരിയോളാറും ഒക്കെ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് കൂടി എന്ത് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നമ്മൾ പോകാൻ പോകുന്നത് നമ്മളെ റൈറ്റ് ആൻസറിലേക്കാണ്, ദാറ്റ് ഈസ് കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വിച്ച് ടിഷ്യൂ കണക്ട്സ് വൺ ബോൺ ടു അനദർ ബോൺ? ഒരു ബോണിനെ മറ്റൊരു ബോൺ അല്ലെ, നമ്മൾ ജോയിൻസിലല്ലേ ഒരു ബോൺ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ആ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണെന്നാണ് ചോദിച്ചുള്ളത്. വിച്ച് ടിഷ്യൂ, ഏത് ടിഷ്യൂ ആണ് നമ്മുടെ രണ്ട് ബോൺസിനെ കണക്ട് ചെയ്യുന്നത്? ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചുള്ളത്. അപ്പൊ നമുക്ക് രണ്ട് ബോൺസ് കണക്ട് ചെയ്യുന്ന ഒരു ജോയിന്റിന്റെ പിക്ചർ നമ്മൾ നോക്കാം. ഇതൊരു സൈനോവിയൽ ജോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ബോണിന്റെ ഒരു ജോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ജോയിന്റിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ദിസ് ഈസ് എ ബോൺ. ഇതെന്താണ്? ഇതൊരു ബോണാണ്. ഇത് അനദർ ബോൺ,
ഈ ബോൺ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ അല്ലെങ്കിൽ ഈ ബോൺ കണക്ട് ചെയ്യുന്ന ജോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും ഇൻ ബിറ്റ്വീൻ ബോണ്ട്, രണ്ട് ബോണ്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഒരു സ്മൂത്ത് കാർട്ടിലേജ് സ്ട്രക്ചർ കാണാൻ പറ്റും അല്ലേ? കാർട്ടിലേജ് കാണാൻ പറ്റും. എന്തിനാണ് ഇത്? രണ്ട് ബോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ബോൺ റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അത് റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കാരണം അത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? ആ ബ്രേക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്ട്രക്ചറാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. സോ അവിടെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാർട്ടിലേജ് ഉണ്ടാവും. അത് നമ്മുടെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ബോൺസിൽ കാണാൻ പറ്റും. ഇനി ലിഗമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? ലിഗമെന്റ് എന്ന് പറയുന്നത്. ഈ ലിഗമെന്റ് ബ്രേക്ക് ആകുമ്പോഴാണ് നമ്മളുടെ ബോൺ ഡിസ്ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ബോൺസ് ഡിസ്ലൊക്കേറ്റഡ് ആവുക. നമ്മൾ കളിക്കുന്ന സമയത്ത്, നമ്മൾ ഫുട്ബോൾസ്, അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോൺസ് എല്ലാം ഡിസ്ലൊക്കേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? ആ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ലിഗമെന്റ് ബ്രേക്കേജ് കാരണമാണ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുക. ലിഗമെന്റ് എന്താണ്? രണ്ട് ബോൺസിനെ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണ് എന്ത്? നമ്മുടെ ലിഗമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം വേറൊരാൾ കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ടെൻഡൻ. ടെൻഡന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബോണിനോടാണ് നമ്മളുടെ മസിൽസ് എല്ലാം കണക്റ്റഡ്. അപ്പോൾ ബോണിനെ മസിൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണ് എന്ത്? ടെൻഡൻ. അല്ലെങ്കിൽ മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് എന്ത്? ടെൻഡൻ എന്ന് പറയുന്നത്. സോ ടെൻഡനും കാർട്ടിലേജും ബോണും എവിടെയാണ് നമ്മൾ ജോയിൻസിൽ കാണാൻ പറ്റുക എന്നാണ് നമ്മൾ ഈ ഒരു പിക്ചർ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യും? ഈസിലി പറയാൻ പറ്റും രണ്ട് ബോൺസിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലിഗമെന്റ് ആണ് അല്ലെ? ഓപ്ഷൻ എ ലിഗമെന്റ് ആയിരിക്കും, ടെൻഡൻ അല്ല. അതുപോലെ തന്നെ നെർവസ് ടിഷ്യൂ അല്ല. നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ്, നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സെൻസറി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. അത് ട്രാൻസ്മിറ്റിംഗ് ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് അത് ചെയ്യുന്നത്. ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സോ നമുക്ക് ഏരിയോളാർ ടിഷ്യൂ എല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ ടെൻഡൻ നമുക്കറിയാം മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഫൈബ്രസ് ടിഷ്യൂ ആണ്. സോ ലിഗമെന്റ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ നമുക്ക് നോക്കാം, നമ്മുടെ ഓപ്ഷൻ എ ലിഗമെന്റ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോയി നോക്കാം. സൈലം ആൻഡ് ഫ്ലോയം ഒക്കറിൻ. സൈലം ഫ്ലോയം ഇതെന്താണെന്ന് മനസ്സിലാവണം അല്ലെ? ഇതെന്താ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ അറിയാം. സൈലവും ഫ്ലോയും എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ നോക്കുന്ന സമയത്ത് സൈലം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റൂട്ടിൽ നിന്ന് സ്റ്റെമ്മിലൂടെ നമ്മൾ വാട്ടറിനെ മുകളിൽ അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് കണ്ടക്ട് ചെയ്യുന്ന ആ കണ്ടക്ടിങ് വാസ്കുലർ ബണ്ടിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടക്ടിങ് ആയിട്ടുള്ള നേച്ചറുള്ള വാസ്കുലർ ടിഷ്യൂ ആണ് എന്ത്? നമ്മുടെ സൈലം എന്ന് പറയുന്നത്. സൈലം എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ടു അപ്പെക്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റൂട്ട് മുതൽ അപ്പെക്സ് വരെ വാട്ടർ ആൻഡ് മിനറൽസ് കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണിത് സൈലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫ്ലോയെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെമ്മിൽ ഒരുപാട് ലീവ്സ് ഉണ്ടാവും. ലീവ്സിൽ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഫുഡ് ലീവ്സിൽ മാത്രം നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ലീവ്സിൽ മാത്രം നിന്നിട്ട് കാര്യമില്ല. ആ ലീവ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി പാർട്സിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക് ആ ഫുഡ് കാര്യങ്ങൾ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണം, റൈറ്റ്? അപ്പം ആ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് അതിനെ പറയാം. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് ഈസ് ഫുഡിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ ആരാണ് ചെയ്യുന്നത്? ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് ഈസ് ഫങ്ഷൻ ഓഫ് ഫ്ലോയം. ഫ്ലോയം എന്ന് പറയുന്ന വാസ്കുലർ ടിഷ്യൂ ആണ് എന്ത്? ആ ഒരു കണ്ടക്ഷൻ ചെയ്യുന്നത്. അപ്പം പ്ലാന്റ്സിൽ മെയിനായിട്ട് വാട്ടറും അതുപോലെ തന്നെ ഫുഡും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് എന്ത്? സൈലവും ഫ്ലോയും. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈസിലി നമുക്ക് വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. ഇനി എന്താണ് പെരിഡേം എന്ന് നോക്കാം. പെരിഡേം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലേയേഴ്സ് ആണ്. അതായത് ഒരു സ്റ്റെമ്മിലും റൂട്ടിലൊക്കെ നോക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ലേയേഴ്സ് ഉണ്ടാവും. ആ ലേയേഴ്സിനെ വിളിക്കുന്ന പേരാണ്, ആ മോർ ദാൻ 3 ലേയേഴ്സ് നമുക്ക് നിയർലി ഒരു 3 ലേയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ആ 3 ലേയേഴ്സിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ടർ ഏരിയക്ക്, ഡെർമൽ ലെയറിന്റെ ഔട്ടർ ഏരിയക്ക് അല്ലെങ്കിൽ അതിന് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പെരിഡേം എന്ന് വിളിക്കുന്നത്. ഈ കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 ഡിഫറെൻറ്റ് ബോഡി പാർട്സിനെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർ റീജിയൻ, അതായത് നമ്മളൊരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ആ സ്റ്റെമ്മിന്റെ നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയർ, അതായത് അതിൻ്റെ എപ്പിഡേം കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഈ ഒരു ലെയറിനെയാണ് നമ്മൾ കോർട്ടെക്സ് റീജിയൻ എന്ന് വിളിക്കുക. സോ ഇതെല്ലാം നമ്മൾ ഹയർ ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. സോ കോർട്ടെക്സ് അവിടെയാണ് കാണാൻ പറ്റുക. സോ ഇത് നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈസിലി നമുക്ക് പറയാൻ പറ്റും വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഇത് വാസ്കുലർ ആണ്, കണ്ടക്ടിങ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് എന്ത്? സൈലവും ഫ്ലോയും. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ഡി വാസ്കുലർ ബണ്ടിലാണ് എന്ത്? നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകണം. പെർമനന്റ് ടിഷ്യൂസ് ആർ ഡിറൈവ്ഡ് ഫ്രം.
പെർമനന്റ് ടിഷ്യൂ, അതായത് പ്ലാന്റ്സിലെ പെർമനന്റ് ടിഷ്യൂസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് സെൽസിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ടിഷ്യൂ എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഒരു സിമ്പിൾ ടിഷ്യൂ ആണ്. പെർമനന്റ് ടിഷ്യൂ, സിമ്പിൾ ടിഷ്യൂ, അതായത് സിമ്പിൾ ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ്. അപ്പം സിമ്പിൾ ടിഷ്യൂ വേറെ രീതിയിലാണ് ഉണ്ടാവുന്നത്, പെർമനന്റ് ടിഷ്യൂ വേറെ രീതിയിലാണ് ഉണ്ടാവുന്നത്. കോംപ്ലക്സ് ടിഷ്യൂ ഇറ്റ്സ് അതർ ടൈപ്പ് ഓഫ് ടിഷ്യൂ. പെർമനന്റ് ടിഷ്യൂ പോലെ തന്നെ ഉള്ള ഒരു അതർ ടൈപ്പ് ടിഷ്യൂ ആണെന്ത്, ഈ മൂന്നെണ്ണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് നമ്മൾ പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്നത്. സോ ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ട്. ഇത് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ആയിരിക്കും. അൺഡിഫറൻഷിയേറ്റഡ്, അത് ഗ്രാജുവലി ഡിവൈഡ്, അതായത് റാപ്പിഡ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള അൺഡിഫറൻഷിയേറ്റഡ് സെൽസിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് വിളിക്കുക. ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് ഒരു പ്രത്യേക സമയത്തും അതിന്റെ ഗ്രോത്ത് ഫേസിന്റെ പ്രത്യേക സ്റ്റേജ് എത്തുന്ന സമയത്ത് അത് ഗ്രോത്ത് എല്ലാം റിട്ടാർഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് അത് മെച്ചോർഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യും, അവിടെ നിൽക്കും. ആ ഗ്രോത്ത് നിൽക്കുന്ന സമയത്ത് അത് ഇറ്റ് ഡിറൈവ് ടു ഫോം പെർമനന്റ് ടിഷ്യൂ. അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ്, അതായത് റാപ്പിഡ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പെട്ടെന്ന് ഇങ്ങനെ ഗ്രോ ചെയ്തു പോകുന്ന ആ ഒരു സമയത്ത് അതിന്റെ ഗ്രോത്ത് ഫേസിന്റെ ഏറ്റവും ലാസ്റ്റ് അത് മെച്ചർ ആവുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് പെർമനന്റ് ടിഷ്യൂ. അതാണ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി കോളൻകൈമ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലാണ്. നമ്മളുടെ സെല്ലില് ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ, അതായത് സെൽ വാളിന്റെ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിന് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത്, നമ്മുടെ കോളൻകൈമ എന്ന് പറയുന്ന സെല്ല്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കറിയാം. അപ്പം പെർമനന്റ് ടിഷ്യൂസ് ആർ ഡിറൈവ്ഡ് ഫ്രം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിലെ റൈറ്റ് ആൻസർ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മസിൽസ് കണ്ടെയ്ൻ സ്പെഷ്യൽ പ്രോട്ടീൻസ് കോൾഡ്, മസിലിൽ കാണുന്ന സ്പെഷ്യൽ പ്രോട്ടീൻസിന്റെ നെയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ട്യൂബുലിൻസ് തന്നിട്ടുണ്ട്, കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് തന്നിട്ടുണ്ട്, കരിയർ പ്രോട്ടീൻസ് തന്നിട്ടുണ്ട്, ഗ്ലോബുലിൻസ് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ എല്ലാം ഫങ്ഷൻസ് നമ്മൾ ആദ്യം അറിയണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള റൈറ്റ് ആൻസറിലേക്ക് പോവാം. സോ ട്യൂബുലിൻ എന്ന് പറയുന്നത് മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട് അല്ലെ, നമ്മളെ സെല്ലിൽ ഡിവിഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ത്, മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ട്യൂബ്യൂൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്യൂബുലിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ആവശ്യമാണ്. ആ ട്യൂബുലിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ട്യൂബുലിൻസ് എന്ന് പറയുന്ന സിമ്പിൾ ബേസിക് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സെൽ ഡിവിഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സൈറ്റോസ്കെലട്ടണി, അതുപോലെ തന്നെ നമ്മൾ സെൻട്രിയോൾ, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക മൈക്രോ ട്യൂബ്യൂൾസ് ആണ്. നമ്മൾ ഓൾറെഡി സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് പറഞ്ഞാൽ കോൺട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്. കോൺട്രാക്ട് ചെയ്യാൻ ആരാ കോൺട്രാക്ട് ചെയ്യുക, മസിൽസ് അല്ലേ കോൺട്രാക്ട് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് മസിൽസ് ആണ്, റൈറ്റ്. അപ്പോൾ മസിൽസ് ആണ് ഇലാസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ ഉള്ളത്. ഇലാസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ മീൻസ് ഇറ്റ് ക്യാൻ കോൺട്രാക്ട്, അത് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. സോ കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് എവിടെയായിരിക്കും കാണാൻ പറ്റുക, ഇത് മസിൽസിൽ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഇനി നമുക്ക് കരിയർ പ്രോട്ടീൻസ് നോക്കാം. കരിയർ പ്രോട്ടീൻസ് നമുക്ക് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സെൽ മെംബ്രെയിനിൽ, അതായത് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, കരിയർ പ്രോട്ടീൻസ് വിളിക്കുക. അതായത് ഡിഫറെൻറ്റ് മിനറൽസ് ഉണ്ടാവും, അയോൺസ് ഉണ്ടാവും, ഇതിൻ്റെ എല്ലാം ട്രാൻസ്പോർട്ട് റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്താ, കരിയർ പ്രോട്ടീൻസ്. ഇത് നമുക്ക് പ്ലാസ്മ മെംബ്രെയിനിൽ ഓൾമോസ്റ്റ് എല്ലാ സെൽസിലും നമുക്ക് കാണാൻ പറ്റുന്ന ആളാണ് എന്താ, നമ്മളെ കരിയർ പ്രോട്ടീൻസ് പറയുന്നത്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിനിൽ നമ്മൾ കാണുന്ന ഒരാളാണ് എന്ത്, പ്ലാസ്മ മെംബ്രെയിനിൽ നമ്മൾ കാണുന്ന ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അതായത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇങ്ങനെ എനർജി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കരിയർ പ്രോട്ടീൻസിന് ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രോസസ്സുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാരാണ് എന്ത്, കരിയർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇനി ഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് ഗ്ലോബുലിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ്. സോ ഇതിന്റെ എല്ലാം ഫംഗ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ മസിൽസിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് പ്രോട്ടീൻ ഏതാണ്, കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ആയിരിക്കും. സോ കോൺട്രാക്ടൈൽ പ്രോട്ടീൻസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ആയിട്ട് നോക്കാം. സോ കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ആർ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻസ് ദാറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദ കോൺട്രാക്ഷൻ ഓഫ് മസിൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് മസിൽ സെൽസിന്റെ കോൺട്രാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ആൻഡ് ദ മൂവ്മെന്റ് ഓഫ് ദ സെല്ലുലാർ സ്ട്രക്ചേഴ്സ്. അതായത് സെല്ലുലാർ സ്ട്രക്ചേഴ്സിന്റെ മൂവ്മെന്റും അതുപോലെ തന്നെ മസിൽ സെൽസിന്റെ മൂവ്മെന്റ്, അതിൽ കൺട്രാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് പ്രോട്ടീൻ ആണ് കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ ബി ഇസ് ദ
റൈറ്റ് ആൻസർ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ലൂസ് ദെയർ ന്യൂക്ലിയസ് അറ്റ് മെച്യൂരിറ്റി? അതായത് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് സെൽസ് ഉണ്ട് അല്ലേ, ആ സെൽസിൽ ന്യൂക്ലിയസ് ലോസ് ആവാത്ത, അതായത് നമുക്ക് ഒരുപാട് സെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെൽസിലൊക്കെ ചില സെൽസിൽ മാത്രമാണ് നമുക്ക് ന്യൂക്ലിയസ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ന്യൂക്ലിയസ് കാണാൻ പറ്റാത്ത 3 സെൽസ്, മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ന്യൂക്ലിയസ് കാണാൻ പറ്റാത്ത 3 സെൽസ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഒരു സെല്ല് നമുക്ക് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് അതിൽ ന്യൂക്ലിയസ് കാണാൻ പറ്റും. അത് ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ഈസിലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ആൻസർ കിട്ടില്ല. സോ നമ്മൾ ഒരു കാര്യം നമ്മൾ ആദ്യം നോക്കണം, ഇവരൊക്കെ ആരൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാവും. അപ്പം ആദ്യം നമുക്ക് തന്നുള്ളത് കമ്പാനിയൻ സെൽസ് ആണ്. കമ്പാനിയൻ സെൽസ് എന്ന് പറഞ്ഞാൽ സീവ് ട്യൂബ് അല്ലെങ്കിൽ ഫ്ലോയൻ ട്യൂബിൻ്റെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെൽസ്, അതിൻ്റെ കമ്പാനിയൻ ആയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഫ്ലോയിൻ ട്യൂബ് നോക്കുന്ന സമയത്ത് ഫ്ലോയിൻ ട്യൂബ് അല്ലെങ്കിൽ സീവ് ട്യൂബിൻ്റെ തൊട്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽസ് ആണ് കമ്പാനിയൻ സെൽസ്. അത് ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് ന്യൂക്ലിയസ് ആയിരിക്കും, ഇത് മെച്യൂരിറ്റി ഇല്ലപ്പോഴും ന്യൂക്ലിയേറ്റഡ് ആണ്. സോ കമ്പാനിയൻ സെൽസ് ഒരു ന്യൂക്ലിയേറ്റഡ് പാർട്ടാണ്. ഇത് നമുക്ക് നോക്കാം. ആർ ബി സി നമ്മളുടെ നോൺ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്, നമ്മുടെ ബോഡിയിൽ നോൺ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെല്ലാണ്. സോ മെച്യൂരിറ്റി എത്തുമ്പോൾ ഇതിന് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ഇനി നമുക്ക് നോക്കാം വെസൽസ്, സൈലം വെസൽസ്. സൈലം വെസൽസിൽ നമുക്ക് സൈലം എന്ന് പറയുന്നത് തന്നെ ഡെഡ് ആയിട്ടുള്ള ഒരാളാണ്, അതായത് നമുക്ക് ന്യൂക്ലിയസ് കാണാൻ പറ്റില്ല. സോ ഇത് ഡെഡ് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് കാണാൻ പറ്റില്ല. ദാറ്റ് മീൻസ് it is non nucleated. ഇനി സീവ് ട്യൂബ് സെൽസ്, സീവ് ട്യൂബ് എന്ന് പറയുന്നത് ഫ്ലോയിൻ ട്യൂബിന്റെ സീവ്സ് ആണ്. ഫ്ലോയിൻ ട്യൂബിൽ ഇങ്ങനെ സീവ്സ് മെയ്ഡ് ചെയ്ത്, അതായത് ഫുഡിന്റെ കണ്ടക്ഷന് വേണ്ടിയിട്ട് സീവ്സ് ആയിട്ട് ഫിൽട്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സീവ് ട്യൂബ് സെൽസ് എന്ന് പറയുന്നത്. സോ സീവ് ട്യൂബ് സെൽസിൽ നമ്മൾ അതും ഡെഡ് ആയിട്ടുള്ള ആളാണ്. ബട്ട് അതിന്റെ തൊട്ടടുത്ത് ആരുണ്ട്? അതിൻ്റെ തൊട്ടടുത്ത് കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഈക്വലി റെഗുലേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ഫംഗ്ഷൻ ചെയ്യുന്ന, ഫുഡിൻ്റെ ഫിൽട്രേഷനും അതുപോലെ തന്നെ ട്രാൻസ്ലൊക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ സീവ് ട്യൂബ്സും മെച്യൂരിറ്റി എത്തുമ്പോൾ അതും ഡെഡ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് RBC സെല്ല് ഡെഡാണ്, അത് ഡെഡ് അല്ല, മീൻസ് അത് നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. സീവ്സ് ട്യൂബ് സെൽസ് എന്ന് പറയുന്നത് നമുക്ക് ഡെഡ് ആയിട്ടുള്ള സെൽസ് ആണ്. അതുപോലെ തന്നെ സൈലം വെസൽസ് എന്ന് പറയുന്നത് ഡെഡ് ആയിട്ടുള്ള വെസൽസ് ആണ്. കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സീവ് ട്യൂബിന്റെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന സെൽസ് ആണ് കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്നത്. അത് ന്യൂക്ലിയേറ്റഡ് ആണ് അറ്റ് ഇറ്റ്സ് മെച്യൂരിറ്റി. സോ നമുക്ക് കമ്പാനിയൻ സെൽസിനെ കുറിച്ച് നോക്കാം. കമ്പാനിയൻ സെൽസ് ആർ കണക്റ്റഡ് ടു സീവ് ട്യൂബ് സെൽസ് വിയ പ്ലാസ്മോഡെസ്മാറ്റ. അതായത് സൈറ്റോപ്ലാസത്തിന്റെ കണക്ഷനെയാണ് നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസത്തിന്റെ കണക്ഷൻ വെച്ചിട്ടാണ് സീവ് ട്യൂബ് സെൽസുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത്. സോ ആസ് എ ഹോൾ നോക്കുമ്പോൾ ഇവർ ലിവിങ് ആണ്, പക്ഷെ അറ്റ് മെച്യൂരിറ്റി നോൺ ന്യൂക്ലിയേറ്റഡ് ആണ് ആര്? നമ്മുടെ സീവ് ട്യൂബ് സെൽസ് എന്ന് പറയുന്നത്. സോ ആൻഡ് ആർ മെറ്റബോളിക്കലി ആക്റ്റീവ്, റിക്വയറിംഗ് എ ന്യൂക്ലിയസ് ടു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയസിന്റെ ആവശ്യം അവർക്കുണ്ട്. സോ അവരാണ് ന്യൂക്ലിയേറ്റഡ്. ഇനി RBC ആണെങ്കിലും സൈലം വെസൽസ് ആണെങ്കിലും സൈലം ട്യൂബ് സെൽസ് ആണെങ്കിലും ഒക്കെ എന്താണ്? നോൺ ന്യൂക്ലിയേറ്റഡ് ആണ് അറ്റ് ഇറ്റ്സ് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് അവർ നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. സോറി, നമ്മൾ ഇതിന്റെ ആൻസർ പറഞ്ഞില്ല അല്ലേ? സോ ഇതിന്റെ ആൻസർ കമ്പാനിയൻ സെൽസ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇന്റർകലേറ്റഡ് ഡിസ്ക് ഈസ് പ്രസന്റ് ഇൻ, ഈസിലി എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കലി കിട്ടുന്ന ഒരു ആൻസർ ആണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇന്റർകലേറ്റഡ് ഡിസ്ക് നമുക്ക് കാണാൻ പറ്റുക കാർഡിയാക് മസിൽസ് എന്ന് പറയുന്ന മസിൽസ് ആയിരിക്കും. കാർഡിയാക് മസിൽസിൽ നമ്മൾ കാണാൻ പറ്റുന്ന സ്പെഷ്യൽ ടൈപ്പ്, അതിൻ്റെ കാർഡിയാക് മസിൽസിൻ്റെ ഓരോ സെൽസിനെയും അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർകലേറ്റഡ് ഡിസ്ക്. അത് ഇന്റർകലേറ്റഡ് ഡിസ്ക് ഇങ്ങനെ അബ്രേഷൻസ് പോലെയാണ്. രണ്ട് കാർഡിയാക് മസിൽസ്, അതായത് ഹാർട്ടിൽ കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ജംഗ്ഷൻ ആണെന്ത്? അതിൻ്റെ ഓരോ സെല്ലിൻ്റെയും ഇൻ ബിറ്റ്വീൻ കാണുന്ന ജംഗ്ഷനെയാണ് നമ്മൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇന്റർകലേറ്റഡ് ഡിസ്ക് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കാർഡിയാക് മസിലിന്റെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് എന്ത്? ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാർഡിയാക് മസിൽ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ E ആയിരിക്കും. ഈ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്കെലറ്റൽ മസിലിനെയാണ് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. സ്മൂത്ത് മസിൽ ഉണ്ട്. സ്മൂത്ത് മസിൽസ് നമ്മൾ ഇന്നർ ലൈനിങ്ങിലൊക്കെ, അതുപോലെ തന്നെ നമ്മൾ യൂറിനറി ബ്ലാഡറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മൾ സ്മൂത്ത്, നമ്മുടെ സ്റ്റൊമക്കിൽ അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ലെയേഴ്സിലൊക്കെ നമ്മൾ ഇന്നർ ലൈനിങ്ങിലൊക്കെ മാക്സിമം നമുക്ക് കാണാൻ പറ്റുക ഇങ്ങനെയുള്ള സ്മൂത്ത് മസിൽസ് ആയിരിക്കും. നമ്മുടെ ബോണിന് തൊട്ടടുത്തായിരിക്കും നമുക്ക് നമ്മുടെ സ്കെലറ്റൽ മസിൽസ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹാർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ആരുണ്ടാവുക? നമ്മുടെ കാർഡിയാക് മസിൽ ഉണ്ടാവും. അതിൻ്റെ ഒരു
ഇൻഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ആണ് എന്ത് ഇന്റർകലേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു സെൽസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്യാം പോയി നോക്കാം. ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റൂലേ, ഇതൊരു സെല്ലാണ്, ഇറ്റ് ഈസ് എ സെൽ. ഇത് സ്മൂത്ത് മസിലിൻ്റെ ഒരു സെല്ലാണ്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു ജംഗ്ഷൻ കാണാൻ പറ്റും. ഈ ജംഗ്ഷനെ അല്ല, നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ രണ്ട് സെൽസിനും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇന്റർകലേറ്റഡ്. ഈ ഒരു അബറേഷനെയാണ് നമ്മൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് വിളിക്കുന്നത്. സോ ഇന്റർകലേറ്റഡ് ഡിസ്ക് ആർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ കാർഡിയാക് മസിൽസ്. കാർഡിയാക് മസിലിന്റെ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ആണ് എന്ത് നമ്മൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. വിച്ച് ഈസ് മസിൽ ഓഫ് ഹാർട്ടിന്റെ മസിലാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ദേ ആർ യുണീക് ജംഗ്ഷൻസ് ദാറ്റ് കണക്ട് ഇൻഡിവിജ്വൽ കാർഡിയാക് മസിൽ സെൽസ് അലോയിങ് ഫോർ കോർഡിനേറ്റഡ് ആൻഡ് എഫിഷ്യൻറ്റ് ഹാർട്ട് മസിൽ കോൺട്രാക്ഷൻ. ഹാർട്ടിൻ്റെ ഫങ്ഷൻ, ഹാർട്ടിൻ്റെ ബീറ്റിന് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈ കോർഡിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ജംഗ്ഷനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ജംഗ്ഷനെയാണ്, കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ ആൻസർ ചെയ്ത് വരേണ്ടത് ഓപ്ഷൻ എ ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. സം പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് ആർ ഫ്ലെക്സിബിൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒരു സെല്ലുണ്ട്, പ്ലാന്റ്സിൽ ഒരു സെല്ലുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ഇങ്ങനെയുള്ള ക്ലോറൻകൈമ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാന്റ്സിൽ കാണാൻ പറ്റും. ഓക്കെ, ആ പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസിൻ്റെ ഫങ്ഷൻസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. സോ നമുക്ക് ഒരു പിക്ചർ വെച്ച് നോക്കാം. നമ്മൾ മെയിൻലി കാണുന്ന 3 സെൽസിൻ്റെ പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഇത് പാരൻകൈമ ടിഷ്യൂ ആണ്. പാരൻകൈമ ടിഷ്യൂവിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ്, അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ്, ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ആരാണ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസും അതുപോലെ തന്നെ സ്റ്റോറേജും ആരാ ചെയ്യുന്നത്? നമ്മുടെ പാരൻകൈമ ടിഷ്യൂ അല്ലെങ്കിൽ പാരൻകൈമ സെൽസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മളുടെ ഷൂട്ടൊക്കെ കാണാൻ പറ്റൂലേ, നമ്മുടെ ചില ഷൂട്ടൊക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അവരുടെ നേച്ചർ എന്തായിരിക്കും? ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ റിജിഡ് ആയിട്ടുള്ള നേച്ചർ അല്ലാണ്ട് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ആരാണ്? നമ്മുടെ കോളൻകൈമ എന്ന് പറയുന്ന ടിഷ്യൂ ആയിരിക്കും. സോ നമ്മളെ പ്ലാന്റ്സിലെല്ലാം ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് നമ്മളുടെ കോളൻകൈമ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി സ്ക്ലീറൻകൈമ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സിൽ, അതായത് ട്രീസിലൊക്കെ സ്റ്റെംസ് ഇളകിക്കൊണ്ടിരിക്കുമോ, സ്ട്രക്ചേഴ്സ് ഇളകിക്കൊണ്ടിരിക്കുമോ? അല്ല, ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. മോസ്റ്റ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് ആർ റിജിഡ് ആയിരിക്കും. അങ്ങനെ റിജിഡ് ആയിട്ടുള്ള നേച്ചറിൽ കാണുന്ന ടൈപ്പ് ഓഫ് റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന്റെ സ്ട്രക്ചേഴ്സിനെല്ലാം റിജിഡിറ്റി കൊടുക്കുന്ന ഒരാളാണ് എന്ത്? സ്ക്ലീറൻകൈമ ടിഷ്യൂ എന്ന് പറയുന്നത്. സോ പാരൻകൈമ ടിഷ്യൂ, കോളൻകൈമ ടിഷ്യൂ, സ്ക്ലീറൻകൈമ ടിഷ്യൂ, ഇതിൻ്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്നത്. സോ ഇതിൽ നമ്മൾ ഈസിലി പറയാൻ പറ്റും, സം പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ ഫ്ലെക്സിബിൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? കോളൻകൈമ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക അല്ലേ. ക്ലോറൻ അല്ല, കോളൻകൈമ ആയിരിക്കും കാണാൻ പറ്റുക. ക്ലോറൻകൈമ എന്ന് പറയുന്ന വേറൊരാൾ കൂടിയുണ്ട്. നമ്മളെ പാരൻകൈമയുടെ വേറൊരു ഫോമാണ് നമുക്ക് ക്ലോറൻകൈമ എന്ന് വിളിക്കുന്നത് കേട്ടോ. ക്ലോറൻകൈമ എന്ന് പറയുന്നത് വേറൊരാളാണ്. ക്ലോറോഫിൽ കണ്ടെയ്നിങ് പാരൻകൈമ സെൽസ് ആർ നോൺ ആസ് ക്ലോറൻകൈമ. അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, സോ ക്ലോറൻകൈമ എന്ന് പറയുന്നത് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള, ക്ലോറോഫിൽ അതായത് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന സിന്തറ്റിക് ഫിഗ്മെന്റ് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള പാരൻകൈമ സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാരൻകൈമ സെൽസിനെയാണ് നമ്മൾ ക്ലോറൻകൈമ എന്ന് വിളിക്കുക. ഈ 4 ടൈപ്പ് ഓഫ് സെൽസ് ആണ് നമ്മൾ മോസ്റ്റ്ലി പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്നത്. സോ ഈ സെല്ലിൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി കോളൻകൈമ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്ന അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അതിൻ്റെ ഫംഗ്ഷൻ ഒന്നുമില്ല. നമ്മൾ ഇതേപോലെ ഫ്ലെക്സിബിലിറ്റി, റിജിഡിറ്റി ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അവർ ഈക്വലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസ് ആണ് കേട്ടോ. അവർ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെല്ലിനെ ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂ ആണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് വിളിക്കുക. റിജിഡിറ്റി കൊടുക്കുന്ന ഒരാളാണ് സ്ക്ലീറൻകൈമ. പാരൻകൈമ സ്റ്റോറേജ് ആൻഡ് ഫോട്ടോസിന്തസിസ് ആണ് ഫംഗ്ഷൻ. കോളൻകൈമയാണ് എന്ത്? ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന സെൽസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾ എന്തുണ്ടാവുക? റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം ഇൻക്രീസസ് ഡ്യൂ ടു, സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പിക്കൽ മെരിസ്റ്റം, വെർട്ടിക്കുലർ മെരിസ്റ്റം, ഇന്റർകലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. അപ്പം 3 ടൈപ്പ് ഓഫ് മെരിസ്റ്റംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ 3 ടൈപ്പ് ഓഫ് മെരിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പ് പൊസിഷനിലും അതുപോലെ തന്നെ റൂട്ടിൻ്റെ ഏറ്റവും 2 ടിപ്സിൽ കാണാൻ പറ്റുന്ന, അതായത്
നമ്മുടെ ഷൂട്ടിൻ്റെ ടിപ്പിലും അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ ടിപ്പിലും റൂട്ടിൻ്റെ ടിപ്പിലും നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് എൻസിൽ കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡിവൈഡിങ് സെൽസിനെയാണ് നമ്മൾ അപ്പിക്കൽ മെരിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട്, അതായത് നമ്മൾ റൂട്ട്സിനെയും അതുപോലെ തന്നെ നമ്മൾ സ്റ്റെമ്മൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോട്ടക്സ് റീജിയനിൽ അല്ലേ, അതിൻ്റെ കോട്ടക്സ് റീജിയൻ അല്ലെങ്കിൽ അതിൻ്റെ വാൾസിനോട് അടുത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതെന്തിനാ ഹെൽപ്പ് ചെയ്യാന്ന് പറയും? ഇതെന്തിനാ ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം ഹെൽപ്പ് ചെയ്യുക അതിൻ്റെ ഗിർത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡയമീറ്റർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ചെടി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് വീതി കൂടണം അല്ലേ, പ്ലാന്റ്സ് വീതി കൂടണ്ടേ, ആ പ്ലാന്റ്സ് വീതി കൂടാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് മെരിസ്റ്റം ഉണ്ട്, അത് നമ്മുടെ സ്റ്റെമ്മിൻ്റെ ബേസിലും അതുപോലെ തന്നെ നോഡ്സ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ സ്റ്റെമ്മ് ഡിറൈവ് ചെയ്യുന്ന സ്ട്രക്ചറാണ് നമ്മൾ നോഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോഡ്സിലും അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ ബേസിലും കാണുന്ന ടൈപ്പ് ഓഫ് മെരിസ്റ്റം ആണ് ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. സ്റ്റെമ്മിനെ ബിയർ ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ പുതിയ സ്റ്റെംസ്, അതായത് പുതിയ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുക. ഈ ബ്രാഞ്ചസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെമ്മിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റെമ്മിലും അതുപോലെ തന്നെ നമ്മൾ ബ്രാഞ്ചസിൻ്റെ ഏറ്റവും ബേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെരിസ്റ്റമാണ്, അല്ലെങ്കിൽ ഡിവൈഡിങ് സെൽസ് ആണ് ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. സോ അവിടെ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുക, സോ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെംസ് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് മാറുക. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ നോഡ്സിൽ കാണുന്ന ഇന്റർ കാലറി മെരിസ്റ്റം. ഇത് രണ്ടും എന്താണ്? ഇന്റർ കാലറി മെരിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ ആണ് ഷൂട്ടിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രീസ് ആയി പോകണം അല്ലേ, ടിപ്പ് ഇൻക്രീസ് ആയാലേ ലെങ്ത് കൂടുള്ളൂ, ട്രീയുടെ ലെങ്ത് കൂടുള്ളൂ, അല്ലെങ്കിൽ സ്റ്റബിൻ്റെ ലെങ്ത് കൂടുള്ളൂ അല്ലേ. ഏതൊരു പ്ലാന്റ് ആണെങ്കിലും അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷൂട്ട് ഇൻക്രീസ് ചെയ്ത് വരണം. ആ ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്ന മെരിസ്റ്റം ആണ്. അതുപോലെ തന്നെ റൂട്ടിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് ആരാണ്? അപ്പിക്കൽ മെരിസ്റ്റം ആണ്. സോ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം എന്ന് വിളിക്കും, ഇതിനെ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം എന്ന് വിളിക്കും. അതായത് സ്റ്റെമ്മിൽ കാണുന്നതിന് ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, റൂട്ടിൽ കാണുന്നതിന് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം എന്നാണ് വിളിക്കുക. സോ നമ്മൾ ഈസിലി പറയാൻ പറ്റും നമ്മൾ ഓപ്ഷൻ ഏതാണ്? അപ്പിക്കൽ മെരിസ്റ്റം ആണ്. ഇനി വേർട്ടിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറില്ല, അങ്ങനെ ഒരു മെരിസ്റ്റം ഇല്ല. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പിക്കൽ മെരിസ്റ്റം എന്താണ്, ഇന്റർ കാലറി മെരിസ്റ്റം എന്താണ്, ലാറ്ററൽ മെരിസ്റ്റം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അപ്പിക്കൽ മെരിസ്റ്റം ആണ് നമ്മുടെ ലെങ്ത് ഓഫ് ദ സ്റ്റെം ഇൻക്രീസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് ആർ പ്രസന്റ് ഇൻ, അതായത് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് എവിടെയാണ് കാണാൻ പറ്റുക? ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറഞ്ഞാൽ സെല്ലിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടെ ഒരു നമ്മൾ ഒരുപാട് സെൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ ടിഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് കാരണം അവിടെ ഇൻ ബിറ്റ്വീൻ ഒരുപാട് എയർ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യും. ആ എയർ സ്പേസുകൾ അല്ലെങ്കിൽ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ആ സ്പേസിനെയാണ് മൂന്ന് സെൽസുകളെ അതുപോലെ തന്നെ രണ്ട് സെൽസൊക്കെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന സ്പേസിനാണ് ഇൻ്റർ സെല്ലുലാർ, രണ്ട് സെൽസിൻ്റെ ഇടയിലുള്ള സ്പേസിനാണ് ഇൻ്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയുക. അപ്പോൾ ഇൻ്റർ സെല്ലുലാർ സ്പേസ് ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് മേജർലി ഓവലായിട്ടുള്ള ഷേപ്പിലൊക്കെ അങ്ങനെ കാണാൻ പറ്റും. സോ നമുക്ക് അത് എവിടെയാണ് കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഏതിലായിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് കാണാൻ പറ്റുക. സോ അവിടെ സ്ട്രക്ചേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൽസ് അവിടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടിഷ്യൂ ആയിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ഇന്റർ സെല്ലുലാർ സ്പേസസ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് നെർവസ് ടിഷ്യൂ എല്ലാം എന്താണ്? നെർവസ് ടിഷ്യൂവിൻ്റെ ഓരോ സെല്ലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെയധികം കുറവായിരിക്കും. അത് നമ്മൾ സിനാപ്സ് എന്നൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സിനാപ്സ് ഒക്കെ ഏറ്റവും വളരെയധികം കുറവായിരിക്കും. കാരണം ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യണം? ബ്രെയിനിലേക്ക് സിഗ്നൽ എത്തണം. അപ്പോൾ ഏറ്റവും ജംഗ്ഷൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള അതിൻ്റെ ഗ്യാപ്പ് എന്തായിരിക്കണം? കുറവായിരിക്കണം. ഓക്കെ, അപ്പം ടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ അവിടെ ലൂസ്ലി കണക്റ്റഡ് ആയിരിക്കരുത്, അവർ ലൂസ്ലി കണക്റ്റഡ് ആവരുത്, അവർ ഒരുമിച്ചായിരിക്കണം ഉണ്ടാവേണ്ടത്. എന്നാലേ സിനാപ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ സിനാപ്സിൽ എന്ന് പറയുന്ന ഗ്യാപ്പൊക്കെ എന്താവണം? കുറവായിരിക്കണം. എന്നാലേ സിനാപ്സ് നമ്മളെ ഓരോ പ്രോസസ്സ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആ ഒരു ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ് എന്ന് പറയുന്ന ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് നടക്കുള്ളൂ. സോ നെർവസ് ടിഷ്യൂവിൽ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഇന്റർ സെല്ലുലാർ സ്പേസ്, ഒരിക്കലും ഉണ്ടാവില്ല, നല്ല മൈന്യൂട്ട് ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മുടെ സ്കിന്നാണ് അല്ലേ. സ്കിന്നിൻ്റെ ഇൻ ബിറ്റ്വീൻ സെൽസ് അറേഞ്ച് ചെയ്യുന്ന സമയത്തും അതും കോമ്പാക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക? അവിടെ
അവിടെയും കോമ്പാക്റ്റ് ആയിട്ടാണ് നമുക്ക് സെൽസിന്റെ അറേഞ്ച്മെന്റ് കാണാൻ പറ്റുക. ഇനി നമ്മൾ മസ്കുലർ ടിഷ്യൂ നോക്കുകയാണെങ്കിൽ മസ്കുലർ ടിഷ്യൂ അതും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫൈബേഴ്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. സോ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണാൻ പറ്റുക. ഇന്റർ സെല്ലുലാർ സ്പേസ് ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും ഈ 3 സ്ട്രക്ചേഴ്സിലും, നെർവസ് ടിഷ്യൂലും അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂലും മസ്കുലർ ടിഷ്യൂലൊക്കെ എന്താണ്, കോമ്പാക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് സെൽസിൻ്റെ നമുക്ക് കാണാൻ പറ്റുക. ബട്ട് നമുക്ക് കണക്റ്റീവ് ടിഷ്യൂല് ഇൻ ബിറ്റ്വീൻ ഇന്റർ സെല്ലുലാർ സ്പേസസ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ പേഴ്സൺ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഇൻ വിച്ച് 2 long bonds ഓഫ് ഹാൻഡ് were dislocated. അതായത് ഹാൻഡിന്റെ 2 long bonds, അതായത് ഹാൻഡിന്റെ ഏറ്റവും ലോങ് ബോൺ ആണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 കാണുന്ന റേഡിയസ് ആൻഡ് അൾന എന്ന് പറയുന്ന 2 ബോൺസ് ഉണ്ട്. ഇപ്പം നമുക്ക് പറയാൻ പോകുന്നത് ഹാൻഡിന്റെ 2 ബോൺസ്, അതായത് റേഡിയസും ഹ്യൂമറസും തമ്മിലുള്ള ആ ഒരു ജംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു ബോൺസിന്റെ കണക്ഷൻ ആണ് അവിടെ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുള്ളത്. സോ ഡിസ്ലൊക്കേറ്റഡ് വിച്ച് എമംഗ് ദ ഫോളോയിങ് മേ ബി ദ പോസിബിൾ റീസൺ. എന്തായിരിക്കും ഇതിനുള്ള കാരണം എന്ന് ചോദിക്കുന്നത്? 2 ബോൺസിനെ കണക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ ലിഗമെന്റ് എന്ന് വിളിക്കുക. അപ്പം 2 ബോൺസ് ഡിസ്ലൊക്കേറ്റഡ് ആയി, 2 ബോൺസിന്റെ ആ ഒരു അവരുടെ ഒരു ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ആ ഡിസ്ലൊക്കേഷന് കാരണം ആരായിരിക്കും? ആ ലിഗമെന്റിന്റെ ബ്രേക്കേജ് ആയിരിക്കില്ലോ. അപ്പോൾ ലിഗമെന്റ് ബ്രേക്കേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കിയാൽ മതി. ടെൻഡൻ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മസിലും ബോണും തമ്മിലാണ് ടെൻഡൻ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. സോ ടെൻഡൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ബോണിന്റെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കില്ല. ലിഗമെന്റ് ബ്രേക്കേജ് ആണ് എന്താ അതിന്റെ റീസൺ. ഇനി ബ്രേക്കേജ് ഓഫ് സ്കെലറ്റൽ മസിൽ ആണോ? മസിൽ ബ്രേക്ക് ആയി എന്ന് വിചാരിച്ചിട്ട് ബോൺ ഡിസ്ലൊക്കേറ്റ് ആവോ? ഇല്ല. ഇനി നമുക്ക് നോക്കാം ലിഗമെന്റ് ബ്രേക്ക്, നമ്മുടെ ഓപ്ഷൻ ഉണ്ട്, ഇതാണ് റൈറ്റ് ആൻസർ. ഇനി ഏരിയോളാർ ടിഷ്യൂ ബ്രേക്ക്, ഏരിയോളാർ ടിഷ്യൂവിന്റെ ബ്രേക്ക് ആണോ? അല്ല, അതുമല്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ജംഗ്ഷനിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? അതായത് ഡിസ്ലൊക്കേഷൻ സംഭവിക്കണമെങ്കിൽ ലിഗമെന്റ് എന്ത് ചെയ്യണം, അതായത് 2 ബോൺസിനെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ, ഫൈബ്രസ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് നമ്മൾ ലിഗമെന്റ് എന്ന് വിളിക്കുന്നത്. സോ ബോൺസ് ഡിസ്ലൊക്കേറ്റ് ആവാൻ മീൻസ് അവിടെയുള്ള അതിന് ബോൺസിനെ കണക്ട് ചെയ്യുന്ന ലിഗമെന്റ് എന്ന് പറയുന്ന ഫൈബർ എന്തായിട്ടുണ്ടാവും, ബ്രേക്ക് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നത്. സോ ആ ലിഗമെന്റ് ബ്രേക്ക് അല്ലെങ്കിൽ ലിഗമെന്റിന്റെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവുന്ന ഒരു ഇഞ്ചുറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ലിഗമെന്റ് ബ്രേക്കേജ് കാരണം അല്ലെങ്കിൽ ലിഗമെന്റ് ബ്രേക്ക് കാരണമാണ് നമ്മുടെ ബോൺ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു ഒബ്സർവ് ദ മസ്കുലർ ടിഷ്യൂ ഓഫ് യൂറിനറി ബ്ലാഡർ യു വിൽ ഒബ്സർവ്. അതായത് യൂറിനറി ബ്ലാഡറിൽ നമ്മൾ കാണാൻ പറ്റുന്നത് എങ്ങനെ ടൈപ്പ് ഓഫ് മസ്കുലർ ടിഷ്യൂ ആണെന്നാണ് ചോദിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് മസ്കുലർ ടിഷ്യൂ ആണ് നമുക്ക് യൂറിനറി ബ്ലാഡറിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. സ്ട്രയേറ്റഡ് മസിൽസ് ആണോ, അല്ലെങ്കിൽ ലിഗമെന്റ്സ് ആണോ, അൺസ്ട്രയേറ്റഡ് മസിൽസ് ആണോ, ടെൻഡൻസ് ആണോ? ലിഗമെന്റ് നമുക്കറിയാം, ബോൺസിനെ 2 ബോൺസിനെ ജോയിൻസിൽ കണക്ട് ചെയ്യുന്ന ആളാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. മസിലിനെയും ബോൺസിനെയും കണക്ട് ചെയ്യുന്ന ആളാണ് എന്ത്, ടെൻഡൻ എന്ന് പറയുന്നത്. സോ ഈ 2 ഓപ്ഷൻസ് എന്തായാലും എന്ത് വരില്ല, നമ്മളുടെ ആൻസറിൽ വരില്ല. ഇനി ബോൺസ്, യൂറിനറി ബ്ലാഡറിൽ ബോൺസ് ഉണ്ടോ? യൂറിനറി ബ്ലാഡറിൽ ബോൺസ് ഇല്ല. സോ സ്ട്രയേറ്റഡ് മസിൽ, സ്കെലറ്റൽ മസിൽ അവിടെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയുന്ന സ്കെലറ്റൽ മസിൽ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അവിടെ നമുക്ക് കാണാൻ പറ്റുക സ്മൂത്ത് മസിൽസ് ആണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മുടെ ഇന്നർ ലൈനിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എന്താണ്, അൺസ്ട്രയേറ്റഡ് ആയിട്ടുള്ള സ്മൂത്ത് മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ കാണാൻ പറ്റുക. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അൺസ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ നമ്മളുടെ അൺസ്ട്രയേറ്റഡ് മസിൽ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ലാബിലിംഗ് ഈസ്, അതായത് നമുക്കൊരു ന്യൂറോണിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ന്യൂറോണിന്റെ പിക്ചറിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലാബിലിംഗ് കൊടുക്കാനാണ് പറയുന്നത്. സോ നമുക്കൊരു ന്യൂറോണിന്റെ പിക്ചർ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഈസി ആയിട്ടുള്ള ഒരു പിക്ചർ ആണ്. സോ നമ്മൾ ആദ്യം നോക്കുന്ന സമയത്ത് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് നമുക്കൊരു ന്യൂറോണിൽ കാണാൻ പറ്റുക. ഡെൻഡ്രൈറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു വലിയ ബ്രാഞ്ചായിട്ട് മാറും. ആ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. അത് കഴിഞ്ഞാൽ നമുക്കൊരു സെൽ ബോഡി, അതായത് സെല്ല്, ന്യൂറോൺസിന്റെ സെല്ലിനെയാണ് നമ്മൾ സെൽ ബോഡി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, സെൽ ബോഡി എന്ന് വിളിക്കും. ദെൻ വി ഹാവ് എ ന്യൂക്ലിയസ് ഇൻസൈഡ് സെൽ ബോഡി. സെൽ ബോഡിന്റെ ഇൻസൈഡ് ആയിട്ട് നമുക്ക് ന്യൂക്ലിയസ് കാണാം. എന്നിട്ട് സിഗ്നൽസ് പാസ് ചെയ്യുക ആക്സോൺ എന്ന് പറയുന്ന ഒരാളിലേക്കാണ്. ഇനി ആക്സോണിന്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻസുലേഷൻ കവറിങ് ആയിട്ട് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു മൈലിൻ ഷീത്ത് ഉണ്ട്. അത് ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന സെൽസ് വെച്ചിട്ടാണ് എന്ത് ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അവിടെ നമുക്ക് കാണാൻ പറ്റും മൈലിൻ ഷീത്ത് ഉണ്ട്. ആക്സോണിലൂടെ പോയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ആക്സോൺ
ടെർമിനലിലാണ് എത്തുക. അതുപോലെ തന്നെ സെൽസിൽ, അതായത് നമ്മുടെ ഷ്വാൻ സെൽസിന്റെ അറേഞ്ച്മെന്റിന് ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാൻ പറ്റുന്ന ആ നോഡിനെയാണ് നമ്മൾ നോഡ് ഓഫ് റാൻവിയർ എന്ന് വിളിക്കുന്നത്. സോ ആ നോഡ് ഓഫ് റാൻവിയർ നമ്മളുടെ കാര്യങ്ങൾ, അതായത് നമ്മൾ സിഗ്നൽസ് ഒക്കെ പോകുന്ന സമയത്ത് നോഡ് ഓഫ് റാൻവിയറിനൊക്കെ എന്തുണ്ട്, അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൈലിൻ ഷീത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ന്യൂറോൺസിനെ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, ന്യൂറോൺസിലുള്ള സിഗ്നൽസിനെ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷ്വാൻ സെൽസ്, അതായത് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. സോ മൈലിൻ ഷീത്ത് ഫോം ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് നമ്മളുടെ ട്രാൻസ്മിറ്റ് കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, സോ ആക്സോൺ ടെർമിനലാണ് ഏറ്റവും അവസാനമായിട്ടുള്ള പാർട്ട്. സോ ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ന്യൂറോൺസിൽ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ടിപ്പ് ഓഫ് ഫസ്റ്റത്തെ ടിപ്പ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൻഡ്രൈറ്റ് ആയിരിക്കും. സെക്കൻഡ് 1 വരുന്നത് നമ്മുടെ സെൽ ബോഡിയിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. തേർഡ് 1 കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ന്യൂക്ലിയസിനാണ്. ആൻഡ് ഫോർത്ത് 1 കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആക്സോണിയാണ്. സോ ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ന്യൂക്ലിയസ് ആൻഡ് ആക്സോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. യെസ്, ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ന്യൂക്ലിയസ് ആൻഡ് ആക്സോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ആൻജിയോസ്പേം, ആൻജിയോസ്പേം എന്ന് പറഞ്ഞാൽ ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് കേട്ടോ. ഫ്ലവറിംഗ് ആൻഡ് സീഡ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്സ് ആർ നോൺ ആസ് ആൻജിയോസ്പേംസ്. അപ്പോൾ ആൻജിയോസ്പേംസ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ കമ്പാനിയൻ സെൽസ് ഈസ് associated with which one of the following elements? ഏത് എലമെന്റ്സുമായിട്ടാണ് കമ്പാനിയൻ സെൽസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീവ് ട്യൂബ് ആണോ? സീവ് ട്യൂബാണ്, നമുക്കറിയാം. നമ്മൾ ഓൾറെഡി ട്യൂബ് സെൽസും സീവ് ട്യൂബ് സെൽസും കമ്പാനിയൻ സെൽസും തമ്മിലുള്ള റിലേഷൻ ഒക്കെ പറഞ്ഞു. അത് ഫ്ലോയിൻ ട്യൂബിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് സീവ് ട്യൂബ് ആൻഡ് കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്നത്. സോ സീവ് ട്യൂബ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ വരാം. എന്നാൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമ്മൾ നോക്കുകയാണ്. സൈലം വെസൽസ് എന്ന് പറയുന്നത് സൈലത്തിന്റെ ഒരു വെസലാണ്. സൈലത്തിന്റെ വെസൽ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സൈലം വെസൽസ് എന്ന് പറയുന്നത്. ഇനി ട്രക്കീഡ്സ് എന്ന് പറഞ്ഞാൽ സൈലം ട്രക്കീഡ്സ്, സൈലത്തിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെസൽസ് അല്ലാതെ നമുക്ക് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സൈലം ട്രക്കീഡ് എന്ന് പറയുന്നത്. സോ സൈലം ട്രക്കീഡ് നമുക്ക് ആൻജിയോസ്പേംസിൽ കാണാൻ പറ്റില്ല. നമുക്ക് ജിംനോസ്പേം പോലെയുള്ള പ്ലാന്റ്സിലാണ് സൈലം ട്രക്കീഡ്സ് കാണാൻ പറ്റുക. ഓക്കെ, ഇനി സൈലം ഫൈബേഴ്സ്, സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ജിംനോസ്പേം അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഓർഗാനിസങ്ങളിലാണ് കാണാൻ പറ്റുക. സോ നമുക്ക് സൈലം വെസൽസ് കാണാൻ പറ്റും, നമുക്ക് ആൻജിയോസ്പേമിൽ കാണാൻ പറ്റും. ബട്ട് കമ്പാനിയൻ സെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? നമ്മുടെ സീവ് ട്യൂബ് ആണ്. ഇറ്റ് ഫോംസ് കമ്പൈൻലി ഫോം എന്ത് ചെയ്യും, അത് കൺസിക്യൂട്ടീവ്ലി രണ്ടുപേരും എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നത് സീവ് ട്യൂബും കമ്പാനിയൻ സെൽസും ഫോം ചെയ്യുന്നത് ഫ്ലോയിൻ ട്യൂബ് എന്ന് പറയുന്നൊരു ഫോമാണ്. ഫ്ലോയിൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് ഫുഡ് ആണ് അവരുടെ ഫംഗ്ഷൻ വരുന്നത്. സോ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് ആണ് അവരുടെ ഫംഗ്ഷൻ വരുന്നത്. ഫ്ലോയിൻ ട്യൂബ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫ്ലോയത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഫ്ലോയിൻ ട്യൂബാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. സീവ് ട്യൂബ് എലമെന്റ് ഇങ്ങനെ ആയിരിക്കും ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫുഡിൻ്റെ മൂവ്മെന്റ് മുകളിലേക്ക് പോകും താഴേക്ക് പോകും അല്ലേ, ഫുഡിൻ്റെ മൂവ്മെന്റ് മുകളിലേക്ക് പോകും താഴേക്ക് പോകും. അപ്പം ബൈ ഡയറക്ഷൻ അല്ല, അല്ലെങ്കിൽ ബൈ ആയിട്ടുള്ള രണ്ട് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് അല്ലേ, രണ്ട് ഡയറക്ഷനിലേക്ക് ഫുഡ് പോകുന്നുണ്ട്. പക്ഷെ വാട്ടറിന്റെ മൂവ്മെന്റ് എപ്പോഴും എന്തായിരിക്കും, യൂണി ഡയറക്ഷനലായിരിക്കും കേട്ടോ. സൈലത്തിലൂടെയുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് യൂണി ഡിറക്ഷണൽ ആയിരിക്കും. അതായത് സൈലത്തിലൂടെയുള്ള വാട്ടറിന്റെ കണ്ടക്ഷൻ മുകളിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, താഴേക്ക് ഒരിക്കലും വാട്ടർ കണ്ടക്ട് ചെയ്യില്ല. വാട്ടർ മിനറൽസ് ഒക്കെ മുകളിലേക്ക് മാത്രമേ പോവുള്ളൂ. അത് മുകളിലേക്ക് പോയി ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ, ഓവർഫ്ലോ ആയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഓവർഫ്ലോ ആയിട്ട് റിമൂവ് ചെയ്യും. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിച്ചതാണ്. സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ കാണാൻ പറ്റുക, നമുക്ക് ബൈ ഡയറക്ഷണൽ ആയിട്ടുള്ള ഫ്ലോ ആണ് കാണാൻ പറ്റുക. കമ്പാനിയൻ സെൽസ് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. സീവ് ട്യൂബ് പോർസ് നമുക്ക് കാണാൻ പറ്റും. സീവ് ട്യൂബ് എലമെന്റ് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്, ഫുഡിനെ കണ്ടക്ട് ചെയ്യുന്ന ഫ്ലോയിൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. എന്താ, ഫ്ലോയത്തിന്റെ ട്യൂബ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഫ്ലോയിൻ ട്യൂബ്, അല്ലെങ്കിൽ സീവ് ട്യൂബ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് എന്ത്, ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സീവ് ട്യൂബ് എലമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Cartilage is connective tissue that smooth and bond surface at the joints. It also present in nose, ears, trachea and larynx. Matrix of hyaline cartilage is predominantly composed of. അതായത് നമുക്ക് കാർട്ടിലേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബോണ്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ബോണ്ട് ഇൻ ബിറ്റ്വീൻ, നമുക്ക് ബോണ്ട് ഫ്ലെക്സിബിലിറ്റി, സ്മൂത്ത്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കാർട്ടിലേജ് ഉള്ളത്. ബട്ട്
നമുക്ക് ജോയിൻസിലും അല്ലാതെ നമുക്ക് നമ്മുടെ നോസിന്റെ ടിപ്പ് റീജിയൻ, അതുപോലെ തന്നെ ഇയർ, ഔട്ടർ ഇയറിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ കാർട്ടിലേജ് കാണാൻ പറ്റും. ആൻഡ് ട്രക്കിയ, നമ്മുടെ ട്രക്കിയൽ ലെയറിൽ കാണാൻ പറ്റും. ലാറിൻസ്, നമ്മുടെ സൗണ്ട് ബോക്സിൽ കാണാൻ പറ്റും. മാട്രിക്സ് ഓഫ് ഹൈലിംഗ് കാർട്ടിലേജ്, അതായത് ഹൈലിംഗ് കാർട്ടിലേജിൽ വരുന്ന ആൾക്കാരാണ് ഈ ടൈപ്പ് ഓഫ് കാർട്ടിലേജ്. സോ ഹൈലിംഗ് കാർട്ടിലേജ് എന്ന് പറയുന്നത് ഇയറിൽ കാണുന്ന ഹൈലിംഗ് കാർട്ടിലേജ് അല്ല കേട്ടോ, ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. അപ്പം നമുക്ക് നോസ്, അതുപോലെ തന്നെ ട്രക്കിയ, ലാറിൻസ് ഇതിലൊക്കെ കാണുന്നതാണ് ഹൈലിംഗ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. സോ ഹൈലിംഗ് കാർട്ടിലേജ് ഈസ് പ്രിഡോമിനൻ്റ്ലി കമ്പോസ്ഡ് ഓഫ്, പ്രിഡോമിനൻ്റ്ലി ഹൈലിംഗ് കാർട്ടിലേജ് ഫോം ചെയ്തുള്ളത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഹൈലിംഗ് കാർട്ടിലേജും ഇലാസ്റ്റിക് കാർട്ടിലേജും ഫൈബ്രോ കാർട്ടിലേജും എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാർട്ടിലേജ് ആണ് എന്ത്, ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഏറ്റവും ഇലാസ്റ്റിക് നേച്ചർ, അതായത് കാർട്ടിലേജിൽ തന്നെ ഏറ്റവും സ്മൂത്ത് ആൻഡ് ഫ്ലെക്സിബിൾ ആണ് ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാർട്ടിലേജ് ആണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഹൈലിംഗ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഹൈലിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ആണ്. ഇത് സെക്കൻഡ് മോസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാർട്ടിലേജ് ആണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന നോസ്, അതുപോലെ തന്നെ റിബ്സിലൊക്കെ കാണാൻ പറ്റുന്ന കാർട്ടിലേജ് ആണ് എന്ത്, നമ്മുടെ ഹൈലിംഗ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റുക ഫൈബ്രോ കാർട്ടിലേജ്. ഇത് ഏറ്റവും റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ലീസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാർട്ടിലേജ് ആയിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും നീ, അതുപോലെ തന്നെ നമ്മൾ വേർട്ടിബിൾ കോളം, ഇങ്ങനെയുള്ള സ്ട്രക്ചറിലൊക്കെയാണ് എന്ത് നമുക്ക് ഈ ടൈപ്പ് ഓഫ് കാർട്ടിലേജസ് കാണാൻ പറ്റുക. ഇയറിൽ നമുക്ക് കാണാൻ പറ്റുക ഇലാസ്റ്റിക് ടൈപ്പ് ആണ്, ഏറ്റവും ഇലാസ്റ്റിക് നേച്ചറിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക, അവിടെ കാണാൻ പറ്റുക. സോ ഈ ഇലാസ്റ്റിക് കാർട്ടിലേജും അതുപോലെ തന്നെ ഹൈലിംഗ് കാർട്ടിലേജ് ഒക്കെ മേജർലി മീഡപ്പ് ചെയ്തിട്ടുള്ളത് പ്രോട്ടീൻസും ഷുഗേഴ്സും വെച്ചിട്ടാണ്. പ്രോട്ടീൻസ് ആൻഡ് ഷുഗേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത്, നമ്മുടെ ഈ രണ്ട് ടൈപ്പ് ഓഫ് കാർട്ടിലേജസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ എന്തൊക്കെ പ്രോട്ടീൻസ് ആണുള്ളത്, മേജർലി പ്രോട്ടീൻസിൽ തന്നെ ടൈപ്പ് 1 കൊളാജൻ എന്ന് പറയുന്ന കൊളാജൻ പ്രോട്ടീൻ ആണുള്ളത്. ഓക്കെ, ടൈപ്പ് 2 കൊളാജൻ എന്ന് പറയുന്ന കൊളാജൻ പ്രോട്ടീൻ ആണ് മേജർലി ഉള്ളത്. അതുപോലെ തന്നെ അഗ്രിക്കാൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഇത് റിജിഡിറ്റി കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ ഇതുമല്ലാതെ ഇവരിൽ എന്തുകൂടി ഉണ്ട്, ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് അല്ലെങ്കിൽ GAG, ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ട്. ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ട്. സോ മേജർലി ദേ ആർ പ്രോട്ടീൻസ് ആൻഡ് ഷുഗേഴ്സ്. They are combined of proteins and sugars. So ഇവർ മൂന്ന് പേരിൽ ഈ രണ്ടുപേരും ഹൈലിനും അതുപോലെ തന്നെ ഇലാസ്റ്റിക് കാർട്ടിലേജ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ള പ്രോട്ടീൻസ് ആൻഡ് ഷുഗേഴ്സ് വെച്ചിട്ടാണ്. ബട്ട് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക പ്രോട്ടീൻസ് ആയിരിക്കും. പ്രോട്ടീൻ മാത്രമുള്ള സ്ട്രക്ചർ ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുക, നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റുക. ഇനി ഇലാസ്റ്റിക് കാർട്ടിലേജിലാണെങ്കിൽ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരാൾ കൂടി ഉണ്ടാവും. അയാളെ നമ്മൾ ഇലാസ്റ്റിക് ഫൈബർ എന്നാണ് വിളിക്കുക കേട്ടോ. ഇലാസ്റ്റിക് ഫൈബർ, ആ ഇലാസ്റ്റിക് ഫൈബർ ആണ് ഇലാസ്റ്റിക് നേച്ചർ ഈ ഒരു കാർട്ടിലേജിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യം എന്താണ്, ഇതിൽ രണ്ടും സെയിം ആണ്. ബട്ട് ഇതിൽ എക്സ്ട്രാ ആയിട്ട് എന്താണുള്ളത്, ഇലാസ്റ്റിക് കാർട്ടിലേജിൽ എന്താണ് എക്സ്ട്രാ ആയിട്ടുള്ളത്, ഇലാസ്റ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സോ ടൈപ്പ് 2 കൊളാജനും അതുപോലെ തന്നെ അഗ്രിക്കാൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസും അതുപോലെ തന്നെ ഇലാസ്റ്റിക് ഫൈബേഴ്സും ആണ് ഇലാസ്റ്റിക് കാർട്ടിലേജിൽ ഉണ്ടാവുക. ഇലാസ്റ്റിക് ഫൈബേഴ്സ് അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ഹൈലിൻ കാർട്ടിലേജിലുണ്ടാവും. അതുപോലെ തന്നെ പ്രോട്ടീൻസ് ആയിട്ടുള്ള ടൈപ്പ് 1 കൊളാജനും ടൈപ്പ് 2 കൊളാജനും അഗ്രിക്കൻസും ഒക്കെ ആണ് എവിടെ കാണാം, നമ്മുടെ പ്രോട്ടീൻസ് മാത്രമായിട്ടുള്ള സ്ട്രക്ചറാണ് നമുക്ക് ഫൈബ്രോ കാർട്ടിലേജിൽ കാണാൻ പറ്റുക. സോ നമുക്ക് മേജർലി പറയാൻ പറ്റും ദേ ആർ കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഷുഗേഴ്സ്. സോ പ്രോട്ടീൻസും മേജർലി എല്ലാവരും മോസ്റ്റ്ലി ഈ കാർട്ടിലേജ് ഫോം ചെയ്തിട്ടുള്ള പ്രോട്ടീൻസും ഷുഗേഴ്സും വെച്ചിട്ടായിരിക്കും. സോ പ്രോട്ടീൻസ് ആൻഡ് ഷുഗേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ A ആയിരിക്കും ഇത് റൈറ്റ് ആൻസർ വരാം. കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് അല്ല, കാൽഷ്യം ആൻഡ് ഫൈബേഴ്സ് അല്ല, ഷുഗേഴ്സ് ആൻഡ് കാൽഷ്യം അല്ല. കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും നമുക്ക് ബോൺസിലാണ്. ബോൺസിലും അതുപോലെ തന്നെ നമ്മുടെ ടീത്തിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക കേട്ടോ. ഓക്കെ, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ A പ്രോട്ടീൻസ് ആൻഡ് ഷുഗേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും എന്നുള്ള റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാണ്ട്. സോ നമുക്ക് അത് സെക്കൻഡ് പാർട്ടായിട്ട് വരാം. സോ സെക്കൻഡ് പാർട്ടിൽ കാണാം.